കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ. ഗൂഗിൾ പേ ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മ്യൂച്വൽ ഡിവോഴ്സ് ചെയ്യുവാനായിട്ട് പോകുന്ന വ്യക്തികൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുവാനായിട്ട് പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോടതി ഉത്തരവാണ്. ഉത്തരവ് എന്താണെന്നുള്ളത് നമുക്ക് 1 by 1 ആയിട്ട് നമുക്ക് അതിൻ്റെ പോയിന്റ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ കോടതി പറഞ്ഞ പോയിന്റ് എങ്ങനെയാണ്, ഫാക്റ്റ് ഇങ്ങനെയാണ് അത് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. ഇൻ്ററിം മെയിൻ്റനൻസ് ഡിവോഴ്സ് ബൈ മ്യൂച്വൽ കോൺസെൻറ്റ്, ദാറ്റ് ഈസ് മ്യൂച്വൽ കോൺസെൻറ്റ് അല്ലെങ്കിൽ മ്യൂച്വൽ ഡിവോഴ്സ് ഡസ് നോട്ട് അബ്സോൾവ് ഹസ്ബൻഡ്സ് സ്റ്റാറ്റ്യൂട്ടറി മെയിൻ്റനൻസ് റെസ്പോൺസിബിലിറ്റി എന്നുള്ളതാണ് ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ഭാര്യയും ഭർത്താവും മ്യൂച്വൽ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാലും ഭർത്താവിന് ആ ഭാര്യയോട് എക്സ് വൈഫിന് ചെലവിന് കൊടുക്കുവാനായിട്ടുള്ള ആ ഒരു പ്രൊവിഷൻ ഉണ്ടല്ലോ, ആ പ്രൊവിഷനിൽ നിന്നും പരിപൂർണമായിട്ടും ഒഴിഞ്ഞ് മാറുവാനായിട്ട് സാധിക്കുകയില്ല എന്നാണ് കോടതി പറയുന്നത്. സാധിക്കും, അതിനൊരു കണ്ടീഷനുണ്ട്. അത് നമുക്ക് കേസ് പറയുമ്പോൾ ഇടയിൽ നമുക്ക് പറയാം. പോയിന്റ് ഒക്കെ ഇങ്ങനെയാണ് വരുന്നത്. പോയിന്റുകൾ 1 by 1 ആയിട്ട് നോക്കാം. ദ ഫസ്റ്റ് പോയിന്റ്, ദ വൈഫ് ഫൈൽഡ് ആൻ ആപ്ലിക്കേഷൻ സീക്കിംഗ് ഇൻ്ററിം മെയിൻ്റനൻസ് ഫ്രം ഹെർ ഹസ്ബൻഡ് അണ്ടർ സെക്ഷൻ 125 CRPC ഓർ BNSS 144 സബ് ക്ലോസ് 1 ആണെന്ന് മനസ്സിലാക്കാം. അതായത് ഈ ഒരു കേസിൽ ഭാര്യ എന്ത് ചെയ്യുന്നു, BNSS 144 പ്രകാരം മെയിൻ്റനൻസ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസ് ഫയൽ ചെയ്യുകയാണ്. The husband contended that they had mutually agreed to divorce and thus he was not liable to pay maintenance. അപ്പോൾ ഇത് കോടതിയിൽ കേസ് വന്നപ്പോൾ ഭർത്താവ് പറഞ്ഞ മറുപടി ഇതാണ്: ഞാനും ഭാര്യയും തമ്മിൽ മ്യൂച്വൽ ഡിവോഴ്സ് പ്രകാരം ഡിവോഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ്, അതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് കൊടുക്കുവാനായിട്ട് എനിക്ക് യാതൊരു വിധത്തിലുള്ള ലയബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്തമില്ല എന്ന് ഭർത്താവ് തിരിച്ച് കോടതിയോട് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ പോയിന്റ് ഇങ്ങനെയാണ്: However, the trial court granted interim maintenance without directly addressing the husband's claim regarding the alleged mutual divorce എന്നുള്ളതാണ് പോയിന്റ്. പക്ഷേ ഭർത്താവിന് മ്യൂച്വൽ ഡിവോഴ്സിൻ്റെ കാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ട്രയൽ കോർട്ട് ഭാര്യയ്ക്ക് അനുകൂലമായിട്ട് ഇൻ്ററിം മെയിൻ്റനൻസ് അല്ലെങ്കിൽ താൽക്കാലിക ചെലവിനുള്ള തുക കൊടുക്കുവാനായിട്ട് ഉത്തരവിടുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. Next point, in her petition, the wife explicitly denied any mutual divorce disputing the husband's contention എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. The court observed that the wife maintenance petition inherently challenged the validity of the alleged mutual divorce എന്നാണ് പറയുന്നത്. അപ്പോൾ മ്യൂച്വൽ ഡിവോഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഭാര്യയുടെ ആ ഒരു കണ്ടീഷൻസിനെ ചാലഞ്ച് ചെയ്യുവാനായിട്ട് കോടതി ഒരിക്കലും തയ്യാറായില്ല. ആൻഡ് ദ റിവിഷണൽ കോർട്ട് rightly held that even if a mutual divorce had occurred, it would not automatically release the husband from his obligation to provide maintenance എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് റിവിഷൻ കോടതിയിൽ എത്തിയപ്പോൾ കോടതി പറഞ്ഞ പോയിന്റ് എങ്ങനെയാണ്, നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ മ്യൂച്വലി ഡിവോഴ്സ് ആണെങ്കിൽ പോലും ഇറ്റ് വുഡ് നോട്ട് ഓട്ടോമാറ്റിക്കലി റിലീസ് ആണെങ്കിൽ പോലും ഭർത്താവിന് എന്തുണ്ട്, ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കണം എന്ന് പറയുന്ന ഉത്തരവാദിത്തത്തിൽ നിന്നും ഓട്ടോമാറ്റിക്കലായിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, റിലീസായിട്ടില്ല എന്നാണ് പറയുന്നത്. Then next point, the law mandates that the husband's responsibility for maintenance persists unless specifically exempted by statute or a valid agreement. ഇതാണ് പോയിന്റ്. ഇനി ഭർത്താവിന് ഭാര്യയ്ക്ക് മ്യൂച്വൽ ഡിവോഴ്സ് പ്രകാരമുള്ള ആ ഒരു കേസിൽ മെയിൻ്റനൻസ് കൊടുക്കാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവണം, ഒരു വാലിഡ് അഗ്രിമെൻ്റ് ഉണ്ടായിരിക്കണം എന്നാണ് കോടതി പറയുന്നത്. എന്താണ് വാലിഡ് ആയിട്ടുള്ള അഗ്രിമെൻ്റ് ഉണ്ടാകുന്നത്? നമുക്കറിയാം, സാധാരണഗതിയിൽ നമ്മളൊരു മ്യൂച്വൽ ഡിവോഴ്സ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്, ഒരു അഗ്രിമെൻ്റ് തയ്യാറാക്കാറുണ്ടല്ലേ. ആ വാലിഡ് ആയിട്ടുള്ള അഗ്രിമെൻ്റ് ഉണ്ടായിരിക്കണം. കൂടാതെ the court also emphasized that the husband's claim of mutual divorce lacked substantial evidence to justify denying maintenance. പക്ഷേ ഭർത്താവ് കാണിച്ചു കൊടുത്തിട്ടുള്ള ഈ അഗ്രിമെൻറ്റിൽ എന്തില്ല, മെയിൻ്റനൻസ് കൊടുക്കണ്ട എന്നുള്ളൊരു കാര്യം, അതായത് ഭാര്യയ്ക്ക് മെയിൻ്റനൻസ് കൊടുക്കണ്ട അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഫ്യൂച്ചറിൽ മെയിൻ്റനൻസ് വേണ്ട എന്ന് സ്പെസിഫൈ ചെയ്യുന്ന യാതൊരു വിധത്തിലുള്ള തെളിവുകളും ഈ അഗ്രിമെൻറ്റിൽ എന്തില്ല, കാണുവാനായിട്ട് ഉണ്ടായിട്ടില്ല എന്ന് കോടതി പറയാം. Consequently, the court upheld the trial court's decision
ഗ്രാൻഡിങ് ഇൻ്ററിം മെയിൻ്റനൻസ് ടു ദി വൈഫ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള തെളിവുകൾ ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് ട്രയൽ കോർട്ട് പറഞ്ഞിട്ടുള്ള കാര്യം എന്ത് ചെയ്യുന്നു, നമ്മുടെ മെയിൻ കോടതിയും എന്ത് ചെയ്യാണ്, അഗ്രി ചെയ്യാണ്, അങ്ങനെ തന്നെ തള്ളിക്കളഞ്ഞില്ല. The judgment reinforced the principle that maintenance obligations cannot be evaded through unsubstantiated claims of divorce. ഡിവോഴ്സ് ആയിട്ടുണ്ട് എങ്കിൽ പോലും ചെലവിന് കൊടുക്കാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മ്യൂച്വൽ ഡിവോഴ്സിൻ്റെ അഗ്രിമെൻ്റ് എഴുതുന്ന സമയത്ത് എനിക്ക് ഫ്യൂച്ചറിൽ താങ്കളുടെ കയ്യിൽ നിന്നും യാതൊരു വിധത്തിലുള്ള പണവും ആവശ്യമില്ല, എനിക്ക് ഫ്യൂച്ചറിൽ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള എല്ലാ പൈസയും നിങ്ങൾ ഓൾറെഡി എനിക്ക് തന്നിട്ടുണ്ട്. ആ പൈസ എത്രയാണ്, പൈസയാണെങ്കിൽ പൈസ, ബാങ്ക് ഡെപ്പോസിറ്റ് ആണെങ്കിൽ ബാങ്ക് ഡെപ്പോസിറ്റ്, ഇനി ഏതെങ്കിലും തരത്തിലുള്ള വീടുകളോ മൂവബിൾ പ്രോപ്പർട്ടി അല്ലെങ്കിൽ മൂവബിൾ പ്രോപ്പർട്ടി എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്, അതെനിക്ക് മാത്രമല്ല എൻ്റെ മക്കൾക്കും എന്തൊക്കെയാണ് ഫ്യൂച്ചറും കൂടി ബേസ് ചെയ്തുകൊണ്ട് തന്നിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായി നമ്മുടെ ആ അഗ്രിമെൻറ്റിൽ നിങ്ങൾ എഴുതിയിരിക്കണം. അഗ്രിമെൻറ്റിൽ എഴുതിയാൽ മാത്രം പോരാ, ആ അഗ്രിമെൻറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, കോടതിയിൽ കാണിച്ച് ജഡ്ജിൻ്റെ കയ്യിൽ നിന്നും അപ്രൂവൽ മേടിച്ചിരിക്കുകയാണ്. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഭാര്യമാർക്ക് നിങ്ങളുടെ കയ്യിൽ നിന്നും അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു സംഖ്യ മേടിച്ച് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ ഇതുപോലെയുള്ള ഒരു കേസ് ഫയൽ ചെയ്യുവാനും, അങ്ങനെ ഫയൽ ചെയ്യുന്നതിന് ഫലമായിട്ട് നിങ്ങൾ സമ്പാദിക്കുന്ന പൈസയിൽ നിന്നും വലിയൊരു സംഖ്യ എല്ലാ മാസവും ഭാര്യയ്ക്കും മക്കൾക്കും മ്യൂച്വൽ ഡിവോഴ്സിന് ശേഷവും കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം കടന്ന് വരുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു വിധി കൊണ്ട് നമ്മളോട് ഉദ്ദേശിക്കുന്നത്. ക്ലിയറായി? അതുകൊണ്ട് ഡിവോഴ്സ് പെറ്റീഷൻ നിങ്ങൾ ഫയൽ ചെയ്തോ വിരോധമില്ല, പക്ഷേ അഗ്രിമെൻ്റ് എന്ന് പറയുന്നത് ഏറ്റവും അധികം ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അഗ്രിമെൻറ്റിൽ ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ എഴുതിയിട്ടില്ല, വ്യക്തമായ തെളിവുകളില്ലാതെയാണ് എഴുതിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഭാര്യമാർക്ക് എന്ത് ചെയ്യാം, കേസ് കൊടുക്കാനായിട്ട് പറ്റും, പൈസ കൊടുക്കുവാനായിട്ട് നിങ്ങളെല്ലാവരും ബാധ്യസ്ഥരായിരിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഇതിപ്പോൾ CRPC 125 വെച്ചിട്ട് പറയാനുള്ള കാരണം കുറച്ച് എന്താ പറയുക, ജൂലൈ 1, 2024 മുമ്പ് തുടങ്ങിയിട്ടുള്ള ഒരു കേസായതുകൊണ്ടാണ്. ശരിക്കും ഇത് എവിടെയും ആപ്ലിക്കബിൾ ആണ്. BNSS 144 എന്ത് തന്നെയാണ്, അതായത് പേര് മാറിയെന്ന് മാത്രമുള്ള BNSS 144 ഈ പറയുന്ന സംഗതി ആപ്ലിക്കബിൾ ആണ്. ക്ലിയർ ആയല്ലേ? സോ അഗ്രിമെൻറ്റ് നല്ല രീതിയിൽ എഴുതുവാനായിട്ട് എല്ലാവരും ശ്രമിക്കുക എന്നാണ് ഇവിടെ പറയാനായിട്ടുള്ളത്. ആ സെൻറ്റൻസ് ഒന്നിട്ട് നോക്കാം. മ്യൂച്വൽ ഡിവോഴ്സ് ഡസ് നോട്ട് അബ്സോൾവ് ഹസ്ബൻഡ്സ് സ്റ്റാറ്റ്യൂട്ടറി മെയിൻ്റനൻസ് റെസ്പോൺസിബിലിറ്റി എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു കീ വേർഡ് ആയിട്ട് നിങ്ങളെല്ലാവരും ഉപയോഗിക്കണം. ക്ലിയർ? സോ ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.